ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ്. ഇപ്പം എൻ്റെ മുഖത്തിരിക്കുന്ന ഈ സൺഗ്ലാസ്, ഇത് നോർമൽ സൺഗ്ലാസ് അല്ല, ഇത് the next generation of Ray-Ban Meta smart glasses. റെയ്ബനും അതുപോലെ മെറ്റയും, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെറ്റയും ചേർന്ന് ഇതാക്കുന്ന റെയ്ബൻ മെറ്റ സ്മാർട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ AI എനേബിൾഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു സൺഗ്ലാസ് ആണിത്. ഇതിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇപ്പോൾ US-ലാണ് ഇപ്പോൾ മെയിൻലി ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിത് വാങ്ങിച്ചിരിക്കുന്ന US-ൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് നമുക്ക് ക്യാമറയുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ നല്ലൊരു ക്യാമറ ഇതിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, നമുക്ക് പാട്ട് കേൾക്കാം, ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നോർമലി ഉള്ള ഒരു ബ്ലൂടൂത്ത് ഓപ്പൺ ഇയർ സ്പീക്കറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറ്റും. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇത് നോർമലി ഒരു ക്യാമറ സൺഗ്ലാസ് അല്ല. ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. AI എനേബിൾഡ് ആണ്. ഹേ മെറ്റ, ടേക്ക് എ ഫോട്ടോ. ക്ലിക്ക് സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനാണ് ഞാൻ ഈ മൈക്ക് ഇവിടെ വെച്ചത്. ഇതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ കണ്ടു, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ഒരാൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫ്രണ്ടിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ വൈഫിന് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വൈഫ് സ്വീറ്റിക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹേ മെറ്റ, സെൻഡ് എ ഫോട്ടോ ടു സ്വീറ്റി. On WhatsApp, send photo to my sweetie. യെസ്. Sending photo. അപ്പോൾ ഇപ്പോൾ ആളുടെ വാട്സപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലുണ്ട ഇതെന്താണോ, ഇമേജ് എന്താണോ അത് ഫോട്ടോ. അതുപോലെ ഫോട്ടോ മാത്രമല്ല, എനിക്ക് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ആയിട്ടായിരിക്കും അയക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇതിനകത്ത് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ChatGPT ആയിട്ട് ഇത് ലിങ്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഇതിന് നമുക്ക് റിപ്ലൈ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹേ മെറ്റ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? Vatican City is the smallest country, covering 0.17 square miles, and has a population of only around 800 people, making it the smallest internationally recognized sovereign state in both area and population. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തോ കെമിസ്ട്രി ആയിട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും, അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാം. ബിക്കോസ് ഇത് ChatGPT ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പോൾ തന്നെ അതിനുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത ഫേംവെയർ അപ്ഡേറ്റിൽ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AI ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിൽ ഒരു പ്ലാന്റ് കണ്ടു, വാട്ട് ഈസ് ദിസ് പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ ചാർജിങ് ആണ്. ചാർജ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ കവർ, റെയ്ബന്റെ നോർമലി ഉള്ള ഒരു കവർ തന്നെയാണ്, പക്ഷേ ഇത് ബാറ്ററി പവേർഡ് ആണ്. ഇതിനകത്ത് നമുക്ക് ഈ ക്യാമറ ഇറക്കി വെച്ച് ചാർജ് ചെയ്യാം. യൂഷ്വലി ഒരു 8 ടൈംസ് വരെ ഇതിനകത്ത് ഫോൺ ഈ ബാഗിൽ ഇതിന്റെ കവറിൽ വെച്ച് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ കവറിൽ നമുക്കൊരു USB പോർട്ട് ഉണ്ട്. ആ USB പോർട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ നമുക്ക് ചാർജ് ചെയ്ത് വെക്കാനും പറ്റും. സോ വളരെ യൂസ്ഫുൾ ആണിത്. പക്ഷേ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല നമ്മുടെ ഇവിടെ. ഫ്യൂച്ചറിൽ എന്തായാലും വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.